എക്സ്പീരിയൻസ് ആയിരുന്നു. വിഷ്വലി അടിപൊളിയാണ് പടം. ഇത് ലെങ്ത് ഇത്തിരി കൂടി എന്നുള്ളത് കുഴപ്പമുള്ളൂ, ബാക്കിയെല്ലാം കൊണ്ട് നല്ലതാണ് പടം. ഇവിടെ പടം അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല പടം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ പടം അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ സിനിമ അങ്ങനെ ഉണ്ടായിരുന്നു. മേക്കിംഗ് ഒക്കെ കുറേ മോഷൻസ് ഒക്കെ ഉണ്ടല്ലേ. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് നല്ല സ്റ്റോറിയാണ്, പിന്നെ നല്ല മേക്കിങ്ങാണ്, കുറേ മോഷൻസ് ഉണ്ട്, കുറച്ചുകൂടി സ്പിരിച്വലാണ്. പടം അങ്ങനെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതൊക്കെ സെയിം പാറ്റേണാണ് വരുന്നത്. പക്ഷേ കുറേ വലിച്ചു നേടിയുണ്ട് സീരിയൽ പോലെ. സെക്കൻഡിനാലും നല്ലതല്ല, സെക്കൻഡായിട്ട് നല്ലതല്ല, ഫസ്റ്റാണ് ഏറ്റവും ബെറ്റർ. ഫസ്റ്റാണ് ഒരു ഉഷാറില്ല. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഫസ്റ്റായിട്ട് തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പടം തന്നെയാണ്. ഗൂസ് ബംസ് മൊമെന്റ്സ് ഒരുപാടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു യൂണിവേഴ്സ് കാണിച്ചു, സെക്കൻഡ് വാട്ടറിൻ്റെ ഇത് കാണിച്ചു, ഇപ്പോൾ തേർഡ് വേറൊരു യൂണിവേഴ്സാണ്. അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അത് തിയേറ്ററിൽ അത് പറഞ്ഞാൽ അതിൻ്റെ ഒരു രസം പോകും. അപ്പോൾ നിങ്ങൾ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം. ഓക്കെ, ഫസ്റ്റിന് സെക്കൻഡ് അപേക്ഷിച്ച് തേർഡിൽ ഭയങ്കര സ്പിരിച്വലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ എത്രത്തോളം നമുക്ക് തിയേറ്ററിൽ അത് ഇമോഷണലി നല്ല, അത് ഒരു വിഷ്വൽ എഫക്ട്സ് എന്നുള്ള ഉപരി നല്ല ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഇതിനുള്ളത്. ഇമോഷണലി കണക്ട് ആവുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റോറി കൊണ്ടുപോയിരിക്കുന്നത്. ആൻഡ് ഔട്ട് ആൻഡ് ഔട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് കുറച്ചൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ എന്താ പറയുക ഗൂസ് ബംസ് മൊമെന്റ്സ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഈ അവതാറിനെ എപ്പോഴും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സിനിമയായിട്ട് മാറ്റുന്നത് അതിൻ്റെ മേക്കിംഗ് ആണ്, അതിൻ്റെ ക്രിയേറ്റീവ് അതിൻ്റെ വിഷ്വൽ സൈഡാണ്. അത് എത്രത്തോളം ഈ വിഷ്വൽ സൈഡ് അടിപൊളിയായിരുന്നു, നല്ല രസമാണ്. 3D എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചുകൂടെ ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്തതിനേക്കാൾ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഐമാക്സിൽ കാണാനുള്ളത്. ഇനി നല്ലൊരു ഫീലായിരുന്നു. മൂന്നാമത്തെ ഫൈനൽ മാച്ച് എല്ലാം നമ്മൾ ഫസ്റ്റ് സെക്കൻഡിലൊക്കെ മിസ്സായിരുന്ന അവസാനത്തെ ഒരു ക്ലൈമാക്സ്, ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു വാർ ഫിക്കത്തില്ല, അത് നമുക്ക് അത് കിട്ടുന്നുണ്ട്. ആൻഡ് വാട്ട് ആർ വിഷ്വൽസ്, ഡു വാച്ച് ഇറ്റ് ഇൻ റീഡിങ് കിട്ടില്ല പറയുന്നത്. നല്ലൊരു 3 മണിക്കൂർ പോയതറിയില്ല. ഒക്കെ വേൾഡ് ബിൽഡിങ് മുതൽ ഫീല് എല്ലാ ഇമോഷൻസ് എല്ലാം ഉണ്ട്, പ്ലസ് വിഷ്വൽസ്. ഹാറ്റ്സ് ഓഫ്. മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ എല്ലാവരും വന്ന് കാണണം. ഫോണിൽ നിന്നോ OTT കണ്ടിട്ട് കാര്യമില്ല, തിയേറ്ററിൽ കാണണം. ചുമ്മാ ഒരു വെള്ളത്തിൻ്റെ ഒരു വരുന്ന ഒരു വിഷ്വൽ വരെ പ്യുവർ മാച്ച്. ഐമാക്സിൽ കാണാനുള്ളതുണ്ടോ? എല്ലാം അടിപൊളി, ത്രൂ ആൻഡ്. കുറച്ച് ലാഗ് ഉണ്ടെന്നുള്ളത് പറയായിരിക്കും, ബട്ട് മസ്റ്റ് വാച്ചാണ്. ഇമോഷണൽ സീൻസ് ഉണ്ട് ഓഫ് കോഴ്സ്, അതെന്തായാലും അന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് എല്ലാവരും. എന്തായാലും തിയേറ്ററിൽ തന്നെ കാണണം, കാരണം അമ്മ അതിന് വിയർസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോറി ലൈനാണെങ്കിൽ അടിപൊളിയാണ്. 3:45 മണിക്കൂർ, പക്ഷെ നമുക്ക് ആ വിഷ്വൽസ് ഒക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈം പാസ്സാണ്. സ്ലോ ആയിട്ടുള്ള ഡയലോഗില്ല, അത് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നത്. പതുക്കെയാണ് നമ്മളിലേക്ക് വന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിഞ്ഞ ഉടനെ പിന്നെ ലാസ്റ്റ് വരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ഷൻ സീനുകളും അങ്ങനെയുള്ള ഗൂസ് ബംസ് മൊമെന്റ്സും നല്ല രസകരമായിട്ട് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കളർ പാറ്റേൺ ഒക്കെയാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെള്ളത്തിലും കരയിലും ഒരുപോലെ ഫൈറ്റ് ചെയ്യുന്ന സീനുകളൊക്കെ ആയിട്ട് അവതാർ ഫാൻസിന് എന്തായാലും മസ്റ്റ് വാച്ചായിട്ട് കാണാൻ പറ്റുന്നതാണ്. സെക്കൻഡിനെക്കാട്ടിൽ എനിക്ക് കുറച്ചുകൂടെ ഇമോഷണലി ഫിലോസഫിക്കലി ബെറ്റർ ആയിട്ട് ആണ് തോന്നിയത്. നല്ലൊരു എൻഡിങ് ആണ് അവതാർ സീരീസിന് കിട്ടിയിരിക്കുന്നത് ഈ സിനിമയിലൂടെ. ഇനിയൊരു പാർട്ട് കാണും, ഇനിയൊരു പാർട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്, കാരണം അങ്ങനെ ഒരു മെസ്സേജിലൂടെയാണ് സിനിമ അവസാനിക്കുന്നത്.